നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു പെണ്ണൊരുത്തന്റെ ശരീരത്തിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കരണക്കുറ്റി നോക്കി രണ്ട് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നന്നാകും എന്ന് നമുക്ക് അധികം തോന്നില്ല. കാരണം അയാൾ ഈ വൃത്തികേട് മറ്റെല്ലാ പെണ്ണുങ്ങളോടും കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മന്ത്രിമാരായിരിക്കുന്ന പലർക്കും ഇത്തരത്തിൽ ഈ പൊതുസമൂഹം അറിഞ്ഞും അറിയാതെയും പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയത് മിണ്ടാതെ പോയിട്ടുള്ളവരുണ്ട്, പ്രതികരിച്ചവരുണ്ട്, നാട് നീളെ നാട് നടന്നവരുമുണ്ട്. അതിലിപ്പോഴിതാ ഞാൻ നല്ലവനാണ് എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ കല്ലെറിഞ്ഞവരൊക്കെ തന്നെ ഓരോന്നായിട്ട് ഇപ്പോൾ തലപൊക്കി തുടങ്ങിയിരിക്കുകയാണ്. യാമിനി തങ്കച്ചിയുടെ കയ്യിൽ നിന്നും കിട്ടിയ അടിക്ക് കണക്കുമില്ല, കയ്യുമില്ല. എന്നിട്ടും ഗണേഷ് കുമാർ നന്നായോ? ഇല്ല, ഇപ്പോഴും കയ്യാലപ്പുറത്ത് തന്നെയാണ്. ഗതാഗത മന്ത്രി കെ ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി ഭാര്യ ബിന്ദു മേനോൻ രംഗത്തെത്തിയതിന് പിന്നാലെ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദു കൃഷ്ണൻ DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ്. മന്ത്രി മറ്റൊരു സ്ത്രീയുമായി കിടക്ക പങ്കിട്ടതായും അദ്ദേഹവും സ്റ്റാഫും ചേർന്ന ഭാര്യ ബിന്ദു മേനോനെ ആക്രമിച്ചതായും പരാതിയിൽ ആരോപിക്കുകയാണ്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി മന്ത്രിക്കും ബന്ധപ്പെട്ട സ്റ്റാഫിനും എതിരെ കേസെടുക്കണമെന്നാണ് യദു കൃഷ്ണന്റെ ആവശ്യം. മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ തന്നെയാണ് ഈ വിഷയങ്ങൾ നേരിൽ കണ്ടതെന്നും തുടർന്ന് 112ലേക്ക് വിളിച്ച് വിവരം അറിയിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ പരാതിയിൽ അന്ന് തുടർ നടപടികൾ ഉണ്ടായില്ല എന്നും DGPക്ക് നൽകിയ കത്തിൽ യദു കൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മന്ത്രിയുടെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് ഭാര്യ തന്നെ തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെടുന്നു. വാളകത്തെ വീട്ടിൽ വെച്ച് ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്ന് ബിന്ദു മേനോൻ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് തെളിവ് തന്റെ കയ്യിലുണ്ടെന്നും അവർ അവകാശപ്പെട്ടു. സംഭവം കണ്ടതിനെ തുടർന്ന് മൊബൈൽ ഫോൺ കൈക്കലാക്കാൻ ഗണേഷ് കുമാറിന്റെ സന്തത സഹചാരികൾ ശ്രമിച്ചുവെന്നും ബിന്ദു മേനോൻ പറയുകയാണ്. താൻ പോലീസിനെ വിളിച്ചതിന് പിന്നാലെ ആ സ്ത്രീയെ കാറിൽ കയറ്റിവിട്ടു. തുടർന്ന് ഗണേഷ് കുമാർ മുറിയിൽ കയറി വാതിലടച്ചു. പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയെങ്കിലും ഇടപെടാതെ പിൻവാങ്ങിയെന്നും ഗണേഷ് കുമാറിന്റെ ഭാര്യ ആരോപിക്കുകയാണ്. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യന്റെ മനസ്സ് വേദനിച്ചതിനുള്ള കൂലിയാണ് ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയിരുന്നു. പാലക്കാട് വൻ സ്വീകരണം രാഹുലിന് ലഭിച്ചിരുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചുകൊണ്ട് ഗണേഷ് കുമാർ അല്പസമയം മുൻപ് രംഗത്തെത്തിയിരുന്നു. അത് മറുപടി പറഞ്ഞ് പിന്നാലെ തന്നെ ഗണേഷ് കുമാറിനെ വിമർശിച്ചുകൊണ്ട് രാഹുലും രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു മെയിലിലൂടെ ഊരും പേരും ഇല്ലാതെ ഒരു പരാതി ലഭിച്ചപ്പോൾ SIT രൂപീകരിച്ച് അന്വേഷണം നടത്താൻ ഉത്തരവിട്ട മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഗണേഷ് കുമാറിനെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യുക? ഗണേഷ് കുമാറിന്റെ രാജി മുഖ്യമന്ത്രി എപ്പോൾ ചോദിച്ചു വാങ്ങുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുകയാണ്. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ടോ എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ ചോദിക്കുന്നത്. ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് മാധ്യമങ്ങളിലൂടെയല്ല, എല്ലാ സ്ത്രീകൾക്കും വിശ്വാസത്തോടുകൂടി പരാതി പറയാൻ കഴിയുന്ന ഈ കൺട്രോൾ റൂം നമ്പറിൽ വിളിച്ചാണ്. അതിൽ എന്ത് പരിഹാരം ഉണ്ടായി എന്ന് മുഖ്യമന്ത്രി പറയണം. അതായത് വളരെ വ്യക്തമായി രാഹുൽ മാങ്കൂട്ടം പറയുന്ന കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിൽ എന്ത് വോയിസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ രാഹുൽ കൃത്യമായി പറയുന്നുണ്ട്. രാഹുലിനെതിരെ വന്നിട്ടുള്ള ഓരോ പരാതികളും ഒന്നെങ്കിൽ കോൺഗ്രസിന്റെ KPCC അധ്യക്ഷനിലേക്കായിരിക്കും, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ആയിരിക്കും. പിന്നിലെ ഒരു തേർഡ് പാർട്ടി എന്ന നിലയിൽ മാത്രമാണ് പോലീസിലേക്ക് പരാതികൾ എത്തിയിരുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഗണേഷ് കുമാറിനെതിരെ രാഷ്ട്രീയമല്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ഗണേഷ് കുമാറിനെതിരെ ഭാര്യയ്ക്കുണ്ടായിരുന്ന പരാതി നേരിട്ട് വിളിച്ചു പറഞ്ഞത് ഹെൽപ്പ് ഡെസ്കിലേക്കാണ്. 112 എന്ന സ്ത്രീകൾക്ക് വിളിച്ച് സഹായം തേടാവുന്ന ഒരു ഹെൽപ്പ് ഡെസ്കിലേക്കാണ്, പോലീസിന്റെ ഹെൽപ്പ് ഡെസ്കിലേക്കാണ് ഈ ഗണേഷ് കുമാറിന്റെ ഭാര്യ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് ആ പരാതിക്കാരിക്ക് അല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ ഭാര്യ എന്ന നിലയിൽ അല്ലെങ്കിൽ പരാതിക്കാരി എന്ന നിലയിൽ ആ പരാതിക്കാരിക്ക് എന്ത് നീതിയാണ് ലഭിച്ചത് എന്നുള്ളതാണ്. ഊരും പേരും ഹോട്ടലും അടക്കം കാർഡടച്ച് വെടിവെക്കുന്ന രീതിയിൽ കാർഡടച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക ശേഷി പരിശോധിക്കാൻ കാണിച്ച ആ വ്യഗ്രത, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ കയറി റെയ്ഡ് നടത്താൻ കാണിച്ച വ്യഗ്രത, ഹോട്ടൽ മുറികളിൽ കയറി റെയ്ഡ് നടത്താൻ കാണിച്ച വ്യഗ്രത, ഈ വ്യഗ്രതകൾ ഒന്നും തന്നെ ഗണേഷ് കുമാറിന്റെ ഭാര്യ നൽകിയ പരാതിയിൽ എന്തുകൊണ്ട് പോലീസ് എടുക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയർന്നത്. പിന്നാലെ കേസിൽ SP ഇടപെട്ടിട്ട് എന്ത് തീരുമാനമുണ്ടായി എന്നും പറയണമെന്നുമാണ് രാഹുലിന്റെ ചോദ്യം. മന്ത്രി ഫോൺ ചോർത്തി എന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആരോപണം തെളിയിക്കുന്നത് അധികാരത്തിന്റെ ദുർവിനിയോഗമാണ് എന്നും രാഹുൽ പറയുന്നു. അതിജീവിത മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ട് എന്ത് നടപടി ഉണ്ടായി എന്നും ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രിയും പോലീസും മറുപടി പറയണം. അന്നേ ദിവസം ഉണ്ടായ സംഭവം എന്താണ് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഗണേഷ് കുമാറിനുണ്ട്. മന്ത്രി ചൂഷണം ചെയ്തതിൽ എല്ലാവരും വിശ്വാസത്തോടു കൂടി കാണുന്ന ഒരു ബിംബമുണ്ടോ?
അദ്ദേഹത്തിന്റെ ഭാര്യയെ മന്ത്രിയുടെ ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തതിൽ പോലീസ് എന്ത് നടപടി എടുത്തുവെന്നും രാഹുൽ ചോദിക്കുകയാണ്. മാത്രമല്ല, പോലീസിനെതിരെ വി ഡി സതീശനും രംഗത്ത് വരികയാണ്. മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ ആരോപണത്തിന് പിന്നാലെ പോലീസിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും ലഭിക്കാത്ത നീതി കേരളത്തിലെ ഏത് സ്ത്രീക്കാണ് ലഭിക്കുക എന്നാണ് സതീശൻ ചോദിക്കുന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം. ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ പരാതിയിൽ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടൽ ഇങ്ങനെ കിടന്ന് കരയാൻ തുടങ്ങല്ലേ, ഇങ്ങനെ ഇമോഷണൽ ആവരുത്, ഇപ്പോഴേ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ എന്ന പരിഹാസവും ഗണേഷ് കുമാറിന് നൽകുന്നുണ്ട്. മുഖ്യമന്ത്രി കപ്പ് പിടിച്ച് PR നടത്തിയില്ലേ, ആ കപ്പ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഇല്ലേ എന്നും സതീശൻ പരിഹസിക്കുകയാണ്. 2014 വിവാഹം കഴിഞ്ഞതു മുതൽ ഗണേഷുമായി പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇതിനു മുൻപും പല സ്ത്രീകളുടെയും പേരിൽ ഗണേഷ് കുമാർ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഞാൻ ആരൊക്കെ വിളിക്കുന്നുവെന്ന് അറിയാൻ എന്റെ ഫോൺ അടക്കം ട്രാക്ക് ചെയ്തു. എനിക്ക് പലരുമായി ബന്ധമുണ്ടെന്നും പറഞ്ഞ് കൺട്രോൾ ചെയ്ത് നിർത്തും. പലരുടെയും കൂടെ അമേരിക്കയ്ക്ക് പോയി, ദുബായിക്ക് പോയി, ഇങ്ങനെ പലതും എനിക്കെതിരെ പറയും. എനിക്ക് സംശയരോഗമാണ് എന്ന് എന്റെ വീട്ടുകാരോടും എല്ലാവരോടും പറയുമെന്നും ബിന്ദു പറയുകയാണ്. മന്ത്രിക്ക് പലരുമായി ബന്ധമുണ്ടെന്ന് അറിയാമായിരുന്നു. ശനിയാഴ്ച ഞാൻ ആരോടും പറയാതെ വളകത്തെ വീട്ടിൽ പോയി. വാതിൽ തുറന്നു. ശാന്തൻ എന്ന ഡ്രൈവറെ കണ്ടു. ഞാൻ ബെഡ്റൂമിൽ പോയി കണ്ടത് വളരെ മോശ സാഹചര്യമായിരുന്നു. ഞാൻ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ ശാന്തൻ എന്നെ തടയാൻ ശ്രമിച്ചു. എല്ലാത്തിനും ചിത്രങ്ങൾ എന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെന്നും അവർ പറയുകയാണ്. മന്ത്രിയെയും മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ചെയ്തില്ല. എന്നാൽ ഞാൻ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ മന്ത്രി ഷാദ അവരെ പിടിക്ക്, അവരുടെ ഫോൺ മാറ്റി വാങ്ങ് എന്നൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്. ശാന്തൻ ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ ഉടനെ ലേഖ ചേച്ചിയെ, അതായത് ശ്രീലേഖയെ വിളിച്ചു. ചേച്ചി ഉടനെ 112 വിളിക്കാൻ പറഞ്ഞു. ഓടി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രദീപ് എന്ന ആള് എന്നെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. പോലീസ് വരുന്നതിന് മുൻപ് ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയെ ശാന്തൻ കാറിൽ കയറ്റി. ഗണേഷ് കുമാർ അകത്ത് കയറി വാതിലടച്ചു. ഇതാണ് ഉണ്ടായത്. പോലീസ് വന്നിട്ട് എന്നോട് ചോദിച്ചു, യാമിനി തങ്കച്ചിയാണോ എന്ന് ചോദിച്ചു. അല്ല, എന്റെ പേര് ബിന്ദു എന്നാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടെ പരിധിയിൽ വരുന്ന കാര്യമല്ലെന്നാണ് പോലീസ് പറഞ്ഞത്. എന്നാൽ ഞാൻ പിണറായി സാറിനെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ മന്ത്രിയുടെ വേറൊരു സ്റ്റാഫായ മനോജ് വന്ന് പറഞ്ഞു, ചേച്ചി ഒന്നും ചെയ്യല്ലേ, ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. സാറിന് ഒരു തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്ക്. അത് കഴിഞ്ഞ് എന്റെ കാലിൽ മനോജ് വീട് അപേക്ഷിച്ചു. എനിക്ക് ഡോക്യുമെന്റ്സ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മനോജ് പറഞ്ഞു, മന്ത്രിയുടെ വീട്ടിൽ പോലീസ് കയറാൻ പറ്റില്ല എന്ന്. പിന്നെ പോലീസ് പറഞ്ഞതനുസരിച്ച് ഞാൻ തന്നെ എൻ്റെ സാധനങ്ങൾ എടുക്കാൻ പോയി. ഇതിനിടെ മനോജ് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പെട്ടിയെടുത്ത് പുറത്തേക്ക് പോകാൻ നേരം പ്രദീപ് എന്നയാൾ വാതിലടച്ചു. പുറത്ത് പിങ്ക് പോലീസ് നിൽക്കുമ്പോൾ പ്രദീപ് എൻ്റെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ്. പിന്നെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ പോലീസ് ഇല്ല. പിന്നെ ഞാനൊരു ടാക്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാറിൽ പെട്ടിവെച്ച് ഉണ്ടായത്. BJP കൗൺസിലറായ ശ്രീലേഖ തന്റെ ബന്ധുവാണെന്നും അവരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് സഹായം തേടിയതെന്നും ഭാര്യ ബിന്ദു മേനോൻ പറഞ്ഞു. തനിക്കുണ്ടായ അനുഭവത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നും ബിന്ദു മേനോൻ പറയുകയാണ്. ഇക്കാര്യം ഞാൻ മുഖ്യമന്ത്രിയുടെയും മകളെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നും ബിന്ദു മേനോൻ പറയുന്നു. വിഷയത്തിൽ പ്രതികരിക്കേണ്ട എന്നാണ് ആദ്യം കരുതിയതെന്നും മാധ്യമങ്ങളിൽ മുന്നിൽ തനിക്കെതിരെ പറഞ്ഞതുകൊണ്ട് എല്ലാം തുറന്നു പറയുകയാണെന്നും ബിന്ദു മേനോൻ വ്യക്തമാക്കി.